ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ 9ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹാങ്ങിങ് ആണ്, ക്രിസ്മസ് ഹാങ്ങിങ് ആണ്. ക്രിസ്മസ് ലൈറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ക്രിസ്മസ് ട്രീയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ഹാങ്ങിങ് ക്രിസ്മസ് ലൈറ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം താഴത്തെ ഭാഗത്ത് കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ലൈറ്റർ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ക്രിസ്മസ് ട്രീയുടെ ബ്രാഞ്ചസ് മാത്രം ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ ഗ്രീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് നമ്മളതിൽ ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ലൈറ്റ് വീഴുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡും ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിലാണ് നമ്മൾ ആ ഒരു ക്രിസ്മസ് ലൈറ്റ്സ് തൂക്കിയിടുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഷെയ്ഡിങ് പോലെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഡെപ്ത് തോന്നിക്കാൻ വേണ്ടി ഞാൻ ഡാർക്ക് കളർ ഗ്രീൻ ഷെയ്ഡും അതുകൊണ്ട് കൂടെ കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് എഡ്ജസിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ക്രിസ്മസ് ലൈറ്റ്സിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഞാനൊരു ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. വൺസ് ഔട്ട്ലൈൻ ഇട്ട ശേഷം നമുക്ക് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് അത് ഫുള്ളൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഡീറ്റെയിലിങ്സ് കൊടുക്കുന്നത്. ഒരു ഗ്ലോയി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ആദ്യമേ നമ്മൾ വൈറ്റ് ബേസ് കൊടുക്കുന്നത്. അതിനുശേഷം യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയും ജസ്റ്റ് ലൈൻസ് പോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്കത് ലൈറ്റ് ഇട്ട രീതിയിലുള്ളൊരു ഗ്ലോയിങ് എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യെല്ലോ കൊടുത്തതിന് ശേഷം സൈഡിലായിട്ട് ബേൺസിയനസ് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതേമാതിരി തിൻ റൗണ്ട് ബ്രഷ് വെച്ച് വര വര പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ LED ലൈറ്റ്സൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, ജസ്റ്റ് യെല്ലോ ഷെയ്ഡ് മാത്രമല്ല കാണുക, അതിൻ്റെ കൂടെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡും കൂടെ നമ്മൾ കാണും ലൈറ്റ് ഓൺ ചെയ്തിട്ടിരിക്കുമ്പോൾ. അപ്പോൾ അതിന് ശേഷം കുറച്ചും കൂടെ ഹൈലൈറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ആ ഒരു യെല്ലോ പോർഷൻ, ആ ഒരു യെല്ലോ ലൈറ്റ് ആ ബ്രാഞ്ചസിലൊക്കെ അടിക്കുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടി കുറച്ചും കൂടെ യെല്ലോ ഷെയ്ഡ് അതിന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഞാനിവിടെ നേരത്തെ ഉപയോഗിച്ച ആ സെയിം പ്രഷ്യൻ ബ്ലൂ ഷെയ്ഡിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് പല കളർ ബ്ലൂ ഷെയ്ഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു ബൊക്കെ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി പല വലുപ്പത്തിൽ ഇങ്ങനെ വട്ടം പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. റൗണ്ടാക്കി വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക എഫക്റ്റ് നമുക്ക് പെയിൻറ്റിങ്ങിന് കൊണ്ടുവരാൻ പറ്റും. ഇനി അവസാനം നമുക്ക് ഈ ബ്രാഞ്ചസിൽ കുറച്ച് സ്നോ വരച്ച് കൊടുക്കാം. അതിന് വേണ്ടി ആ പ്രഷ്യൻ ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ആദ്യത്തെ ലെയർ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ബ്രാഞ്ചസിലും കുറച്ച് സ്നോ ഒക്കെ വരച്ചതിന് ശേഷം നമുക്ക് പ്യുവർ വൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മുകളിലത്തെ ഭാഗത്തെ ആ സ്നോയിൻ്റെ പോർഷൻ ഒന്ന് എടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിനുശേഷം കുറച്ച് യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് ഈ ലൈറ്റ്സ് അടിക്കുന്ന ഭാഗത്തെ സ്നോയിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മഞ്ഞിച്ചിരിക്കും. അത് കൊടുക്കാൻ വേണ്ടി എഡ്ജസിൽ മാത്രം ചെറിയൊരു യെല്ലോ ഷെയ്ഡും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഈ പെയിൻറ്റിങ് അവസാനിപ്പിക്കാം. അപ്പോൾ അത്രയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്